തിരുസഭ ഇന്ന് ദൈവപുത്രന്റെ ജനനത്തിന് 40 ദിവസങ്ങൾക്ക് ശേഷം ദൈവപുത്രനെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നതിനെ അനുസ്മരിക്കുകയാണ്. ഈ തിരുനാളിൽ മെഴുകുതിരികൾ ആശീർവദിക്കുകയും അവ കത്തിച്ചു പിടിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും ചില ആരാധനാക്രമങ്ങളിൽ ഉൾപ്പെട്ടതിനാൽ ഇത് കാൻഡിൽ മാസ് ദിനം എന്നും അറിയപ്പെടുന്നു. വിശുദ്ധ ജോൺ 23 പാപ്പയുടെ റോമൻ അനുഷ്ഠാനങ്ങളിലെ സവിശേഷതയെക്കുറിച്ചുള്ള പ്രബോധനമനുസരിച്ച് ഇന്ന് പരിശുദ്ധ മറിയത്തിന്റെ ശുദ്ധീകരണ തിരുനാളായി പരാമർശിക്കപ്പെടുന്നു. ക്രിസ്തുമസിന്റെ അലങ്കാരങ്ങളും പുൽക്കൂടുകളും ഈ തിരുനാൾ വരെ നിലനിർത്തുന്ന പതിവും നിരവധി ക്രിസ്ത്യാനികൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. ദൈവകുമാരനെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നത് തിരുപ്പിറവി ആഘോഷങ്ങളുടെ പരിസമാപ്തിയായി കണക്കാക്കുന്നത്. പഴയ ആചാരമനുസരിച്ച് കടിഞ്ഞൂൽ പുത്രനായി യേശുവിനെ അനുഗ്രതിയായ അമ്മയും വിശുദ്ധ യൗസേപ്പും ചേർന്ന് ദേവാലയത്തിൽ സമർപ്പിക്കുന്നു. ഇത് ഒരർത്ഥത്തിൽ മറ്റൊരു വെളിപാട് തിരുനാളാണ്. ലഘുസ്തോത്രങ്ങളും ശിമിയോന്റെ വാക്കുകളും പ്രവാചകനായ അന്നയുടെ സാക്ഷ്യവും ശിശുവായി യേശു മിശിഹായാണെന്ന് വെളിപ്പെടുത്തുന്ന മറ്റൊരു വെളിപാട് തിരുനാൾ. ക്രിസ്തു ലോകത്തിന്റെ പ്രകാശമാണ്. ഇതിനാലാണ് മെഴുകുതിരികൾ ആശീർവാദവും പ്രദക്ഷിണവും നടത്തുന്നത്. മധ്യകാലഘട്ടങ്ങളിൽ പരിശുദ്ധ മാതാവിന്റെ ശുദ്ധീകരണ അല്ലെങ്കിൽ കാൻഡിൽ മാസ് തിരുനാളിന് വളരെയേറെ പ്രാധാന്യമുണ്ടായിരുന്നു.